യൂസിന് പഴംപൊരി വേണമെന്നിട്ട് കുറേ ദിവസമായി. ഞാൻ ഇന്നലെ തളിപ്പറമ്പ് വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് പഴം മേടിച്ചിനെ. അവിടെ ചെറിയ പൈസയില്ല, 50 ഉറുപ്പ്യക്ക് 3 കിലോ. ഞാൻ 3 കിലോ ഒന്നും മേടിച്ചിട്ടാട്ടോ. ഞാൻ 50 ഉറുപ്പ്യക്ക് 1.5 കിലോനായിട്ടാണ് മേടിച്ചത്. അന്നേരം ഉണ്ടായിട്ടാ 3 കിലോ. ഇന്നലെ 50 ഉറുപ്പ്യക്ക് 1.5 കിലോനായിട്ട് ഞാൻ വരെ ചെന്നപ്പിന് ഇവർക്ക് പഴംപൊരി ആക്കി കൊടുക്കാം. എന്നിട്ട് മൈദപ്പൊടി അച്ഛൻ മേടിച്ചോളാം. മൈദപ്പൊടി അരിച്ചിട്ടെടുക്കാം. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒരു രസമല്ലേ. എത്ര പഴംപൊരി ഒന്നാമേ ടേസ്റ്റ് പോലെ ടേസ്റ്റ് പോലെയൊന്നും അമ്മ അറിയുന്നത് നല്ല മറുപടിയാണ്. മോശമില്ലല്ലോ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. മോശമില്ലല്ലോ, അരിച്ചെടുക്കണം അല്ലേ. നോക്കാം നമുക്ക് പഴംപൊരി. എനിക്ക് 3 പഴംപൊരി വേണം. എനക്ക് ടേസ്റ്റ് ഇല്ല പോലെ. ഒരു പഴംപൊരി ടേസ്റ്റ് ഇല്ലെങ്കിലും അമ്മയെ പഴംപൊരി എല്ലാം തിന്നോട്ടോ. വടായി പറയല്ല അമ്മേ. അരിച്ചെടുക്കാം അല്ലേ. മതിയോ? കുറച്ച് ഉപ്പിട്ടോക്കെ. ഉപ്പ് കുറച്ചേ വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി, അമ്മ പൊടിച്ച മഞ്ഞൾപ്പൊടി. എന്നാ ഉണ്ട്? പഞ്ചസാര വേറെ പഞ്ചസാര ഉണ്ടാമേ. ഞാൻ ഈ മധുരം കുറച്ച് പഴംപൊരിയിൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റ്. എള്ള് വേണം, എള്ളുണ്ടാ? ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. വെള്ളം ഒഴിക്കണ്ടേ? മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ പോരാ മേച്ചി. ഞാൻ ഒഴിച്ചരാ. നീ വെള്ളം ഒഴിക്കണ്ട. കുറച്ച് നല്ല ചക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. സിമ്പിൾ പഴംപൊരിയാണ്. മഞ്ഞ കളർ വേണം. പിന്നെ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ഇതിനൊന്നും മെനക്കിടാൻ ഇഷ്ടമല്ല. ഇതൊക്കെ തന്നെയാണെങ്കിൽ നമ്മളിരിക്കൂ എന്തെല്ലാം വെറൈറ്റി ആക്കുന്നു. അതെ അമീസ്. അമീസ് ഒറ്റക്ക് ചപ്പാത്തി എല്ലാം ചുട്ടാക്കൂട്ടാ. ചപ്പാത്തി പൊടിയെല്ലാം എടുത്തിട്ട് കുഴച്ചിട്ടില്ല അമ്മ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അമ്മി ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അതിന് വൈകുന്നേരം ഞാനവിടെ പോയിനി. ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് വരുമ്പോക്ക് ചപ്പാത്തി നല്ല പാകത്തിന് കുഴച്ചിട്ട് ഉണ്ടിയാക്കി വെക്കുന്നിട്ട് അമ്മനോടൊന്ന് ചപ്പാത്തി ആക്കി തിന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒറ്റക്ക് സാവേച്ചുണ്ടായിരുന്നു. സാവേച്ച് അങ്ങേ പോയിനി. ഒറ്റക്ക് പരത്തിയിട്ട് ചുട്ടിട്ട് ചിക്കനും 6 ചപ്പാത്തി, 3 അച്ഛനും 3 പോക്കും. നല്ല അടിപൊളി ചപ്പാത്തി. എന്നിട്ട് ചുട്ടിട്ട് ചിക്കനും കൂട്ടിട്ട് 3 ഇത് നിന്നിട്ട് അമ്മ പറഞ്ഞ എനക്ക് വേണ്ട, ഞാൻ പറഞ്ഞ എനക്കും വേണ്ട. എന്നിട്ട് 3 കറക്റ്റ് കുഴച്ചിട്ട് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ അറിയില്ല, പാകത്തിന് കിട്ടി. ചുട്ടിട്ട് ചിക്കൻ കറിയും കൂട്ടി നല്ല അടിച്ച് ബില്ലാക്കി. ചപ്പാത്തി നല്ല ചപ്പാത്തി തന്നെയല്ലേ. വെള്ളവും കൂടിയിട്ട് ഒന്നും കൂടിയിട്ട് നല്ല വൃത്തി പരത്തിയിട്ട് ചുട്ടി. ഷേപ്പ് കുറച്ച് വ്യത്യാസം ഉണ്ടായി. എനക്കും അങ്ങനെ കിട്ടൂല്ലോ. പിന്നെ റൗണ്ടായിനി ചപ്പാത്തി വൃത്തിയാ കിട്ടൂല. അമ്മ പറഞ്ഞു കുറച്ചൊക്കെ ബാക്കി തരാം. അപ്പത്തേക്ക് അമ്മ കുടുംബശ്രീക്ക് ആകെ 3 ആഴ്ച കുടുംബലാണ് ഞാൻ പോകും. ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ തന്നെ ആക്കാന്ന്. ഇങ്ങനെ പഴംപൊരിയുടെ കൂട്ട് നല്ല മഞ്ഞ കളറ്. അധികം മഞ്ഞപ്പൊടി ഒന്നും വേണ്ട, വീട്ടിൽ നിൽക്കുന്നത്. കുഴച്ച് നമുക്ക് അപ്പം നമ്മളെ പഴംപൊരിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ടേ. ഒരു 1.5 മണിക്കൂർ ഇപ്പം നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പഴംപൊരിയുടെ നമ്മളെ പഴംപൊരിയുടെ കൂട്ട് ഏകദേശം നമ്മൾ ആക്കി 1/2 മണിക്കൂറായല്ലേ മീ. ഇത് റെഡി ആയിട്ടുണ്ടേ. നമുക്കെന്താ വേണ്ട വെച്ചാൽ പഴമുണ്ട്. പഴം നമുക്ക് തോല് കളഞ്ഞിട്ട് ചെറുതായി മുറിക്കാം. ഇങ്ങനെ മുറിക്കുക ചെറുതായിട്ട്. ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാം അല്ലേ. നമുക്കൊരു വലുത് വേണം.
ഒരു വലിയത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് 3-4 മുറിച്ചൊക്കെ പഴം മുറിച്ച് റെഡിയായി. ഇത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് മുറിക്കാം കേട്ടോ. പഴം പറഞ്ഞിട്ട് ഇത് നമുക്ക് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടേ, അവിടെ നിൽക്കട്ടെ. ഇപ്പം ഇതാകുമ്പോൾ 2-3 ചെറുതാണ്. ഒരു വലിയത് മുറിച്ച് പറഞ്ഞു ചെറുതായോണ്ട് ഇത് അത്രേ പിടിക്കും. നമുക്കിത് വേഗം തീർക്കണ്ടേ. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് വെക്കാം. പോരെ, വെളിച്ചെണ്ണ ചൂടാവട്ടെ. അമ്മ അരിപ്പക്കയിലെല്ലാം കെട്ടി വെക്കുന്ന അത്ര ഭദ്രമായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മ വന്നാലും വേറൊരു കയ്യിലും കൂടിയില്ലമ്മ. അതല്ല നല്ലത്. പപ്പടം കുത്തി അതിലുണ്ടോ? പപ്പടം കുത്തിയിലുണ്ടോ? ഇതെല്ലാം കാണുന്നുണ്ട്. നിൽക്കട്ടല്ലേ, നല്ല പഴയ ആൾക്കാർ ഇങ്ങനെയാണ് കെട്ടിപ്പൊട്ടി വെച്ചു. നമ്മുടെ വെളിച്ചെണ്ണയുടെ ചൂടാകുന്നുണ്ട്. റസ്ക് പൊടിച്ചു വെച്ച് നോക്കട്ടെ. ടേസ്റ്റ് ഇല്ലെങ്കിലോ? ടേസ്റ്റ് ഇല്ലെങ്കിൽ അമീസ് തിന്നും. ഞാൻ തിന്നൂല. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് അങ്ങനത്തെ വേണ്ട. ടേസ്റ്റ് ഉണ്ടെങ്കിൽ തിന്നേ, അത് വേറെ കാര്യം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ തിന്നു, അത് വേറെ കാര്യം. പഴംപൊരി എണ്ണ ചൂടായേ. ഇനി എണ്ണ വേണ്ട വെച്ചാല് തെറിക്കോ? നമുക്ക് സാധാ ആക്കാം. എന്നിട്ട് റസ്ക് പൊടി ഇടാം. ഇല്ലെങ്കിൽ തീ കരിഞ്ഞാലും. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മീസിൻ്റെ പഴംപൊരി റെഡിയാവും. ചൂടാണ്. കുറച്ച് കയ്യിലേക്ക് വെച്ചിട്ട് പുറത്തിലെടുത്ത് ഇപ്പം നമ്മൾ ഒരിക്കലും പൂരി വെക്കും. പൂരി ഒരു മിനിറ്റ്. ഇലാമ്പൂല്ലേ കുറേ ആക്കാൻ പറ്റും. അമ്മേൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വേണ്ട, ഈ ഒരു പഴം എടുത്തോ, എന്നിട്ട് അമ്മ തിന്നോ. ഞാനതാക്കും. എനക്ക് വേണ്ടത് ഒന്ന് അധികം ആക്കിക്കോ. ഇല്ല, വേണം. നിങ്ങൾക്ക് സാധാ പഴംപൊരി. സാധാ പഴംപൊരി നമുക്ക് എങ്ങനെ ഈ ബുദ്ധി തോന്നി? നല്ല ബുദ്ധികളുണ്ട്. പഴംപൊരി ആക്കുകയാണ്. പഴംപൊരി വെച്ച് ഇന്നലെ സമാധാനം. ഇതോട് വരുമ്പോൾ പഴവും മേടിച്ചിട്ട് വന്നു. ഞാൻ മേടിച്ചതോളം അറിയില്ല. മീൻസ് പഴംപൊരി തിന്നാൻ എനിക്ക് വിഷമം. നല്ല പഴംപൊരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ചിലയിൽ എന്താ ഇങ്ങനെ കറുത്ത സാധനം ഉണ്ടാവില്ലേ? ഇങ്ങനെ കടുക് കണക്കത്തെ കറുത്ത പഴംപൊരിയില്ല എള്ള യൂസിൻ്റെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് വേഗം വിചാരിച്ചാൽ കിട്ടുന്നല്ലോ. പണ്ടെല്ലാണെങ്കിലല്ലേ വിഷമം. പണ്ടെന്താ ഇത് പിന്നെ ബുദ്ധി ദാരിദ്രല്ലേ. ഇതിപ്പോ തൊട്ടാമ്മേൻ്റെ അടുത്ത് കലം വിട്ടു. പിന്നെ പഴംപൊരി റെഡിയായേ. നല്ല മണം. ഇത് സാധാ പഴംപൊരി. എൻ്റെ പഴംപൊരി ഇറങ്ങാനിരിക്കുന്നു. റസ്ക് പൊടിയിലിട്ടിട്ടുള്ള പഴംപൊരി. റസ്ക് പഴംപൊരി ഇനി അതായിരിക്കും ട്രെൻഡ്. റൊട്ടിയാവുണ്ട്. ബ്രെഡ് അത് റസ്ക് ആക്കിയല്ലേ അമ്മ? ബ്രെഡ് തീർന്നു. ഇന്നലെ ലാസ്റ്റ് അച്ഛൻ തോന്നുന്നു അതമ്മ റസ്ക് ആക്കി. എന്നിട്ട് നമ്മളേതാ ഒരു പഴംപൊരി തൂങ്ങി മരിക്കാൻ പോവുകയാണ്. മീസ് എണ്ണയിൽ ഇവിടെ തെറിക്കുവേ. ഒരു പഴംപൊരി തൂങ്ങിച്ചാവുന്നു. അയ്യോ, മീസ് എന്നെ പഠിച്ച് ദൂരം പോയി. മീസിൻ്റെ പഴംപൊരി റെഡി. എനിക്ക് ഞാൻ പഴം നീളത്തിൻ്റെ പഴംപൊരിയല്ലേ വേണ്ടത്. ഞാൻ സെറ്റാക്കി തരാം.
എന്നാണ് ഞാൻ പറയുന്നത്. ആ ഞാൻ എൻ്റെ പഴംപൊരി ലേശം ബാക്കോട്ടേക്കാ എന്തേനും പൊട്ടിത്തെറിച്ചാക്കയില്ല. എന്നാ പൊട്ടിത്തെറിക്കുന്ന പോകുമ്പോ മോട്ടിൽ കരക്കി ഇത് മറ്റേ കട്ട്ലേറ്റ് ആക്കുന്ന മാതിരി പോയല്ലോ. വെറൈറ്റി പഴംപൊരി തിന്നാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നിത് സംഭവം ഇതാണ് എന്റെ ഇപ്പൊ പൊട്ടിത്തെറിക്ക് ഞാൻ ഓടുവേ. എനിക്ക് വേണ്ട നല്ലതാക്കി തന്നില്ല, ഇനി എനക്ക് വേണ്ട നല്ലത് ഞാൻ ഓടുന്ന പറഞ്ഞോടും. ഇപ്പം ബാക്കിന്റെ പഴംപൊരി ആക്കുമ്പോൾ കരിഞ്ഞു പോകുന്നല്ലേ ഇപ്പം ഇത് വെറൈറ്റി പഴംപൊരി. ഈ മറ്റേ റസ്ക് പൊടിയെല്ലാം പോവാൻ ചാൻസ് ഉണ്ട്. റസ്ക് പൊടിയെല്ലാം പോവാൻ കാണുമ്പോൾ നല്ല ടേസ്റ്റ് പോലെ തോന്നുന്നുണ്ടല്ലോ. എനിക്കില്ലല്ലോ, എനിക്ക് വേണമല്ലോ ടേസ്റ്റ് നോക്കാം. റസ്ക് പൊടി നീ പറഞ്ഞാൽ അടിയിലേക്ക് വന്നു കേട്ടാ. ബ്രെഡ് പൊടിയോ ഉണ്ട്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, വല്ലാത്ത ചതി ഇത്. ഓർക്കാപ്പുറത്തിന്റെ പിന്നീന്നൊരടി ഇത്. മതിയല്ലേ, രണ്ടെണ്ണം എനിക്ക് അപ്പൊ നമ്മക്കൊന്നും വേണ്ടേ? നിങ്ങൾക്കേ വേണ്ടു. ബ്രെഡ് വേണമായിരുന്നു, ബ്രെഡ് തീർന്നതിനിപ്പോ എന്താക്കണം. മണെല്ലാം വരുന്നുണ്ട് എനിക്ക്. ക്രിസ്പി പഴംപൊരി അമീസേ, അതിന്റെ പൊടിയെല്ലാം തായിലേക്ക് പോയിനാണ്. സാധാ പഴംപൊരി തന്നെ. വാവ്, എന്റെ വെറൈറ്റി പഴംപൊരി, റസ്ക് പഴംപൊരി. അതെല്ലാം പോയി ഇപ്പൊ സാധാ പഴംപൊരി ആയി, പൊടിയെല്ലാം പോയി. കാരണം അമീസേ, ഏതൊരു ആൾക്ക് തെറ്റ് പറ്റൂലേ, കണ്ടത്തരം പറ്റും. ബ്രെഡ് ഇല്ലാത്തോണ്ടല്ലേ. ഇതൊരു ഒന്നൊന്നര തെറ്റായി പോയി. എനിക്ക് നീളത്തിൽ പഴംപൊരി വേണല്ലേ. മുറിക്ക്, നീളത്തിൽ മുറിക്ക്. ഇത് ഓർമ്മയിലാണ് നടുക്കേ മുറിച്ചേക്കല്ലേ. അമ്മീസിന് നീളത്തിൽ. അന്നേരം എന്നോട് പറഞ്ഞു ഇത് കോളാവും അമ്മേ, അമ്മ ആക്കണ്ടാണ്. നീളത്തെ കിട്ടി. എന്നിട്ട് അമ്മ ഇത്തിരി നേരം നടുക്കേ മുറിച്ചോണ്ട് നീളത്തിലാക്കണേ. സാധാ പഴംപൊരി. ഇതെന്റെയാണ്. പക്ഷെ റസ്ക് പൊടി ഇട്ടതിന് മുകളിലിട്ടാ നല്ല നല്ല കരി കരിയാ. എന്താ റസ്ക് പൊടി അടിയിൽ എൻ്റെ ഇത് എടുക്കാൻ പാടില്ല കേട്ടോ. എന്താ കാരണം എന്നറിയാം. വേറെ തന്നെ എടുത്തൊക്കെ നോക്കി കള്ളത്തി. ഇതാണ് എൻ്റെ വെറൈറ്റി പഴംപൊരി. പക്ഷെ അതിൻ്റെ അടിയിലാണ് ആ വെറൈറ്റിൻ്റെ സാധനം ഉണ്ട്. സെറ്റ്. ഞാൻ ആ പഴംപൊരിയാക്കൽ മതിയാക്കി. ഇത് രണ്ട് തിരിച്ച് മാറ്റി വെച്ചാലും നമ്മളെ അമ്മേൻ്റെ അടുത്ത് വെക്കാം. എൻ്റെ വലിയ പഴംപൊരി, അമീസിൻ്റെ വലിയ പഴംപൊരി. എന്നാലും ഞാൻ എൻ്റെ പഴംപൊരി ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിന്റെ കമ്മല്. അമീസ് നീ എന്ത് സാധനം അമീസേ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് കരിഞ്ഞ മണം. ഞാൻ എന്താക്കണം. ഈശ്വര, അത് ലാസ്റ്റ് ആക്കിയാ പോരെ. എന്നാല് അമ്മമ്മേൻ്റെ മോള് കുരുത്തക്കട ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇടാ. അതിപ്പോ അതിന് കയറി പിടിക്കും എൻ്റെ പഴംപൊരിക്ക്. എന്ത് ചെയ്യാനാമീസേ, പരാജയം വിജയത്തിന്റെ പടിവാതിൽ. അമ്മ എൻ്റെ മുകളിൽ കയറി. റെഡിയായി നല്ല ചൂട് പഴംപൊരി കേട്ടോ. എൻ്റെ പഴംപൊരി അവിടെ കരിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മീസിൻ്റെ. പിന്നെ സൺഡേ, ഇന്ന് ലീവല്ലേ എല്ലാവർക്കും. സൺഡേ ഹോളിഡേ. നല്ല ചായയും, ചൂട് ചായ, ചൂട് പഴംപൊരി. കട്ടൻ ചായ വേണം. മതി.